സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുന്നു. കേരളത്തിലേക്ക് പ്രതിദിനം എത്തുന്നത് ലക്ഷങ്ങളുടെ MDMA-യും കഞ്ചാവും. എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കുമ്പോഴും ഓപ്പറേഷൻ ഡി ഫണ്ടിൽ കഴിഞ്ഞ ദിവസം മാത്രം പിടികൂടിയത് 212 പേരെ. MDMA-യുടെയും കഞ്ചാവിന്റെയും സംസ്ഥാനത്തേക്കുള്ള ഒഴുക്ക് തടയാനാകാതെ ആഭ്യന്തര വകുപ്പ്. സംസ്ഥാനത്ത് പരിശോധന തുടരുമ്പോഴും ലഹരിയുടെ ഒഴുക്ക് തുടരുകയാണ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2994 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 203 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 212 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ഈ കേസുകളിലെല്ലാം കൂടി മാരകമരുന്നുകളായ MDMA, കഞ്ചാവ് ബീഡി എന്നിവ പോലീസ് പിടികൂടിയിട്ടുണ്ട്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നടപടികൾ സ്വീകരിക്കുന്നത് തുടരുന്നതിനിടയിലാണ് സംസ്ഥാനത്തേക്ക് ലഹരി വസ്തുക്കൾ അതിർത്തി കടന്ന് എത്തുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സ്ഥിരമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നവരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി നിരന്തരമായി നിരീക്ഷണം ശക്തമാക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.